ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഒരു ചോദ്യപേപ്പറാണ്. LDC അക്കൗണ്ടന്റ്, LDC ക്യാഷ്യർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ചോദ്യം, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? 2023 16ാമത് നടന്ന പുരുഷ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗിനെയാണ്. ഇദ്ദേഹം അന്തരിച്ച വർഷമാണ് ചോദ്യം. നമ്മുടെ ഉത്തരം 2021 മിൽഖ സിംഗ് അന്തരിച്ചത്. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ്? വർണ്ണാന്തത, ഡാൾട്ടനിസം എന്നാണ് മറ്റൊരു പേര്. ജോൺ ഡാൾട്ടൻ ആണ് കണ്ടത്. ഇനി രോഗം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൻ. നീല നിറം കാണാൻ പറ്റും, പക്ഷേ പ്രാഥമിക നിറമായ ചുവപ്പും പച്ചയും മനസ്സിലാക്കാൻ പറ്റില്ല. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ്? നമ്മുടെ ഉത്തരം 2019 ജൂലൈ 22 പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? നമ്മുടെ ഉത്തരം 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജനുവരി 25. ഇനി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി. നമ്മുടെ ആൻസർ നിർമ്മല സീതാരാമൻ, ഫിനാൻസ് മിനിസ്റ്റർ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? നമ്മളുടെ ഉത്തരം സംവാദ കൗമുദിയാണ് ഇദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത്. ഇനി മിറാദുൽ അക്ബറും രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ശ്യാം സരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉൽക്കാവർഷ പ്രദേശം എന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? ബാലഗംഗാധര തിലകനെയാണ്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെയാണ് വാലന്റിയൻ ഷിറോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്, അരാജകത്വത്തിന്റെ പിതാവ് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ്? കർണാടകത്തിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയം. നമ്മുടെ ആൻസർ കൈഗ. ഗുജറാത്തിലാണ് കക്രപാറ. ഉത്തർപ്രദേശിലാണ് നറോറ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ജാർഖണ്ഡ് ഒക്കെ കാണപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇനി നമ്മളുടെ ധാതു കലവറ എന്നാണ് ഉപദ്വീപീയ പീഠഭൂമിയെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നട്ടെല്ല്, കാർഷിക ഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഏറ്റവും പഴക്കം ചെന്നും വിസ്തൃതവുമായ ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ്? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഉപദ്വീപ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ് മാൾവ, ഛോട്ടാ നാഗ്പൂർ, ഡെക്കാൻ പീഠഭൂമി. ധാതു കലവറ എന്നാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയും അറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമി ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയാണ്. ഇവിടെ ആഗ്നേയശിലകളുടെ കറുത്ത മണ്ണ്, കരിമണ്ണ് അത് ഒരുപാട് കാണുന്നു. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? അമരാവതി. നമ്മളുടെ ഉത്തരം അമരാവതി എന്ന് പറയുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ്. അമരാവതി, കബനി, ഭവാനി, പാമ്പാർ ഇതൊക്കെ നമ്മുടെ കാവേരി നദിയുടെ പോഷക നദിയാണ്. തമിഴ്നാട്, കർണാടക തർക്കം നിലനിൽക്കുന്ന നദിയാണ് കാവേരി നദി. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ നമ്മളുടെ ആൻസർ ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, കൊൽക്കത്തയുണ്ട്. DMKC.
ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. സുവർണ ചതുഷ്കോണം ഉദ്ഘാടനം ചെയ്യുന്നത് അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ, മറ്റൊരു പേര് ദാംബ പഹർ. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഇന്ത്യയിലെ ഉയരം കൂടിയ മൗണ്ട് കേറ്റു കാറക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ലോകത്തിലെ ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് ഉണ്ട്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയത്തിലെ ഹിമാദ്രിയിലാണ് മൗണ്ട് എവറസ്റ്റ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏതാണ്? മുംബൈ ആണ് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നാണ് നമ്മളുടെ മുംബൈയെ അറിയപ്പെടുന്നത്. സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതാണ് ചോദ്യം. നമ്മളുടെ ഉത്തരം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. വിശ്വേശ്വരയ്യാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേത്. അപ്പോ നമ്മളുടെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഏറ്റവും പഴയതാണ് ടിസ്കോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ആദ്യത്തെ പെട്രോളിയം ഖനിയാണ് ദിഗ്ബോയ്. ഏറ്റവും വലുത് ചോദിച്ചാൽ മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉപദ്വീപീയ നദികൾ 6 അതിൽ ഏറ്റവും വലുത് ഗോദാവരി. ഏറ്റവും വലുത് ഗോദാവരി. ഗോദാവരി 1400 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ നദി കൃഷ്ണയാണ്. മൂന്നാമത്തെ നദി നർമ്മദയാണ്. നർമ്മദ 13-12 കിലോമീറ്റർ ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? നമ്മളുടെ ഉത്തരം രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഗാന്ധിജി കീ ജയ് എന്ന മുദ്രാവാക്യത്തിലോടുകൂടി വന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 17. മൗലിക കടമകൾ 19 എന്താണ്? മൗലിക സ്വാതന്ത്ര്യമാണ്. 18 എന്താണ്? സമത്വത്തിൽ വരുന്നതാണ്, ബഹുമതികൾ നിർത്തലാക്കുക. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മളുടെ ഉത്തരം 51A ആണ്. എവിടെ നിന്നാണ് ഇത് കടമെടുത്തത്? കടമ നമ്മളുടെ റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം വിശ്വാസ് മെഹ്തയാണ് നിലവിൽ നമ്മുടെ വിവരാവകാശ കമ്മീഷണർ. വിശ്വാസമുണ്ട്, വിവരം നൽകി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആലപിക്കാൻ വേണ്ടത് 52 സെക്കൻഡും ദേശീയ ഗീതം വന്ദേ മാതരം ആലപിക്കാൻ വേണ്ടത് 65 സെക്കൻഡുമാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റി. അത് 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ദേശീയ പതാകയിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? നമ്മുടെ ദേശീയ പതാകയ്ക്ക് 3 നിറങ്ങളാണ്. ഒന്ന് നമ്മുടെ കുങ്കുമ നിറമാണ്, ധീരതയെ കാണിക്കുന്നു. രണ്ടാമത്തത് വെള്ള നിറമാണ്. വെള്ള നിറം സമാധാനത്തിനെ കാണിക്കുന്നു. ലാസ്റ്റ് നിറം പച്ചയാണ്, സമ്പൽ സമൃദ്ധിയെ കാണിക്കുന്നു. ഇടയ്ക്ക് ആരക്കാലുകളുണ്ട്. അശോക ചക്രം 24 ആരക്കാലുകളുള്ള അശോക ചക്രം വയലറ്റ് നിറമാണ്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആനന്ദമഠം ഒരു നോവലാണ്. ഇനി നമ്മളുടെ 30ാമത്തെ ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ അധ്യക്ഷൻ, പ്രഥമ ചെയർമാൻ ആരാണ്? നമ്മളുടെ ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏക മലയാളി അധ്യക്ഷനാണ് നമ്മുടെ KG ബാലകൃഷ്ണൻ. അരുൺകുമാർ മിശ്രയാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആരാണ്? പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്.
അദ്ദേഹത്തെ കൂടാതെ എൻ കുൻസ്രുവും എം പണിക്കറും ഇതിനകത്ത് പ്രവർത്തിച്ചു. എം പണിക്കർ മലയാളിയാണ്. അപ്പോ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് പി മേനോൻ. അദ്ദേഹത്തിന് സംസ്ഥാന രൂപീകരണത്തിൽ റോളില്ല. സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? നമ്മുടെ ഉത്തരം അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ജനതയില് ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി 2013 രൂപം നൽകിയത്. ഏത് രാജ്യത്ത് വെച്ചിട്ടാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്? ഉത്തരം അമേരിക്ക. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ്? മദ്രാസ് ലേബർ യൂണിയൻ, AITUC, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഇവയെല്ലാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉദയം ചെയ്തതാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ നെഹ്റു ആയിരുന്നു. വൈസ് ചെയർമാൻ ഗുൽസരിലാൽ നന്ദയായിരുന്നു. ഇന്ത്യയില് 10, 2, 3 ഈ മാതൃകയില് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ കമ്മീഷൻ ഏതാണ്? നമ്മുടെ ആൻസർ കോത്താരി കമ്മീഷനാണ്. നിലവിൽ വന്നത് എന്താണ്? 5, 3, 3, 4 പുതിയത് വന്നു. അതാരാണ് എന്നറിയാമല്ലോ. ഇനി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അധ്യാപക ദിനം സെപ്റ്റംബർ 5. രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഉത്തരം പി മേനോൻ. നാട്ടുരാജ്യ സംയോജനങ്ങളുടെ സെക്രട്ടറിയായ മലയാളി. 1954, 64 എത്ര IITകൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട്? 54 to 64 നോക്കുമ്പോൾ ഇന്ത്യയിൽ സ്ഥാപിതമായ IITകൾ 5 എണ്ണം. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. നമ്മുടെ ഉത്തരം ലളിതകലാ അക്കാദമി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കി നമ്മളുടെ ഉത്തരം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അപ്പൊ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1859 ചാന്നാർ ലഹള നടന്നത്. വൈകുണ്ഠ സ്വാമികൾ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? നമ്മുടെ ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറിയത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് മലയാളിയായ C. ശങ്കരൻ നായർ. ഇദ്ദേഹം INCയുടെ അധ്യക്ഷനായിട്ടുള്ള ഏക മലയാളിയാണ്. ഇദ്ദേഹം നമ്മുടെ ജാലിയൻ വാലാബാഗിനോട് പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയി എക്സിക്യൂട്ടീവ് നിന്ന് രാജിവെച്ചു. തിരുവിതാംകൂറില് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം എന്താണ്? നമ്മുടെ ആൻസർ മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ 1028 പേരാണ് ഒപ്പിട്ടത്. GP പിള്ളയാണ് ഇതിന്റെ നേതാവ്. മൂന്നാമത് ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു ആണ്. രണ്ടാമത് ഒപ്പിട്ടത് GP പിള്ളയാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? നമ്മുടെ ആൻസർ മലബാറിലാണ് ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. ആൻസർ AB കുട്ടിമാളുവമ്മ. ഒരു 2 മാസം പ്രായമുള്ള കുട്ടിയുമായി സമരത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തതാണ് കുട്ടിമാളുവമ്മ. സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നമ്മളുടെ ഉത്തരം പയ്യന്നൂർ സമ്മേളനത്തിലാണ് ഇത് ആദ്യമായി പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അടുത്ത ചോദ്യം,
കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, ഇപ്പോൾ ഏറ്റവും വലുത് ഇടുക്കി, നേരത്തെ ഏതായിരുന്നു? പാലക്കാട്. കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ്? നമ്മുടെ ഉത്തരം ഖാദി ഗ്രാമ വ്യവസായങ്ങൾ പി രാജീവ്. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ്? ആൻസർ ഗോദവർമ്മ രാജയ. ഗോദവർമ്മ രാജ. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? നമ്മുടെ ആൻസർ ചിന്നാർ. മഴനിഴൽ പ്രദേശത്തുള്ളത് ചിന്നാർ. ക്ലിയർ ആണ്. ഇനി അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷിരീതി ഏതാണ്? ഇന്നും നിലവിലുള്ള കൃഷിരീതിയാണ് പുനം കൃഷി. ഗൗണ നാടി, കവനോഗ്, വളഞ്ഞ ഈ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏതാണ്? മീനച്ചിലാറാണ് കേരളത്തില് ഈ പേരിൽ അറിയപ്പെടുന്ന പുണ്യനദി. കവനോഗ്, വളഞ്ഞാറ്, ഗൗണനാടി. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗം ഏതാണ്? ആൻസർ ചക്കപ്പഴമാണ് പഴന്തമിഴ് പാട്ടില് പരാമർശമുള്ളത്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? നമ്മുടെ ഉത്തരം കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ ഇവയെല്ലാമാണ്. എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉത്ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത്? പറവൂര. 2012 ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരമ്പാറ ഏത് ജില്ലയിലാണ്? ആൻസർ കോഴിക്കോട് ജില്ലയിലാണ് പുല്ലൂരമ്പാറ. അടുത്ത ചോദ്യം, മന്ദരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ക്യൂലെക്സ് കൊതുകാണ് മന്ദരോഗം പരത്തുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി മാറുന്നു. ഇത് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ രോഗത്തിന്റെ പേര് എന്താണ്? നമ്മുടെ ആൻസർ ഈ രോഗമാണ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് സിറോഫ്താൽമിയ, വറ്റുവരളുന്ന അവസ്ഥ. ഇനി ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? 6.2 to 7.6 ആണ്. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ്? അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യും എന്നുള്ളത് പെടുന്നില്ല. പെടുന്നതോ ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗിയുടെ സൗഹാർദ്ദപരമായ സേവനങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി വിപുലീകരിക്കുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. 27ാമത് സംസ്ഥാന വിത്ത് ഉപസമിതി തീരുമാനപ്രകാരം മട്ടുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിൽ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലാണ് KAU മനുരത്ന. ഉത്തരം KAU മനുരത്നയാണ്. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഇത് കറണ്ട് അഫെയർ ആണ്. ഈ അടുത്ത സമയത്ത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ്. ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ഹരിതഗൃഹ വാതകങ്ങളിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ്. വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തതേത്? സുന്ദർബൻ, മണാസ്, രൂപ്ഖണ്ഡ്, സരിസ്ക. നമ്മുടെ ഉത്തരം രൂപ്ഖണ്ഡ് ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ല. കേരളത്തില് കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. ഇനി ശരിയായ പ്രസ്താവനകളിലേക്ക് പോകുക. നമ്മുടെ ഉത്തരം ലൈക്കന് എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം. വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടും ശരിയാണ്. ആറ്റത്തിലെ ചാർജില്ലായ കണം ന്യൂട്രോൺ ആണ്. ഇത് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇലക്ട്രോൺ JJ തോംസൺ ആണ്. ന്യൂട്രോണും ന്യൂക്ലിയസും റൂദർഫോർഡ് ആണ്.
അപ്പൊ നമ്മളുടെ അടുത്ത ചോദ്യം, അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. ഇതാണ് ശരിയായ പ്രസ്താവന. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ആൽക്കലി സോഡിയം ആണ്, അലൂമിനിയം ബോറോൺ ആണ്, കാൽസ്യം സംക്രമണം ക്ലോറിൻ ഹാലജൻ ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ബന്ധമില്ലാത്തത്. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള അറ്റോമിക മാസിന്റെ അനുപാതം എത്രയാണ്? 1:8 ആണ്. H2O എന്നാണ്. അപ്പോ 2ഉം വരും. നമ്മുടെ O എന്ന് പറയുമ്പോൾ 8 × 2 H2O ആണ് അല്ലെ. H എന്ന് പറയുന്നത് 1 ആണ്. 1 × 2 2. O എന്ന് പറയുന്നത് 10 ആണ്. ഇത് വെട്ടിപ്പോകുമ്പോൾ 1:8. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെ? C6H12O6. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് ഇതിന്റെ ഘടക മൂലകങ്ങൾ. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് ആണ്. അപ്പൊ ചെറുത് 20 ഹെർട്സ് ആണ്. ക്ലിയർ ആണ്? 20 ഹെർട്സ്. അടുത്തത്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തി, താപം, ഊർജം ഇതിന്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ജൂൾ എന്ന. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ പറയുന്ന പേരെന്ത്? സംവഹനം എന്ന. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ്. ഇതിനെ എന്ത് പറയുന്നു? ദോലനം എന്ന് പറയുന്നു. ദോലനത്തിന് എക്സാമ്പിൾ ആണ് വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം. പിന്നെയോ വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനമുണ്ട്, തൂക്കുവിളക്കിന്റെ ചലനമുണ്ട്, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനമുണ്ട്. ഇതൊക്കെ ദോലനമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? കൽക്കരി മാത്രം നമുക്ക് വീണ്ടും റിന്യൂവബിൾ അല്ല, ബാക്കിയെല്ലാം റിന്യൂവബിൾ ആണ്. ഇത് നോൺ റിന്യൂവബിൾ ആണ്. സൗരോർജം, തിരമാല, കാറ്റ്. ഇനി 1/16 എത്ര മടങ്ങാണ് 2/3? അപ്പൊ എന്ത് ചെയ്യണം? ഇത് തിരിച്ചിട്ട് ഗുണിക്കണം. 22/3. 1/16 എത്ര മടങ്ങാണ് 2/3? ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ നമ്മൾക്ക് ആൻസർ കിട്ടുന്നത് 1/24 എന്നാണ്. 1/16 എത്ര മടങ്ങാണ് 2/3? അപ്പൊ ഈ 2ഉം ഈ 16ഉം വെട്ടുന്നു. 1/24. 1/24. 362 ഇതിന്റെ ലസാഗു എന്താണ്? 3 കൊണ്ട് ചെയ്യാലോ. ഒരു പ്രാവശ്യം 23 6 2. 2 കൊണ്ട് ചെയ്യാലോ. അപ്പൊ നമ്മുടെ ഉത്തരം 6 ആണ്. 6നെ ബാക്കി രണ്ടുമായിട്ടും നിശേഷം ഹരിക്കാം. ഉത്തരം 6. ഒരു ക്യാമ്പിൽ 30 പേരുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം. ഒരാൾ കൂടി വന്നു 42 കിലോഗ്രാം ആയി. പുതിയ ആളുടെ ഭാരം. ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പോ നമുക്ക് കിട്ടുന്നത് 393 പ്ലസ് 45. അപ്പോ പുതുതായി വന്ന ആളുടെ ഭാരമാണ് ചോദിച്ചത്. മൈനസ് ചെയ്യുന്നു. അപ്പൊ 93 മൈനസ് 45 ആണ്. നമ്മുടെ ഉത്തരം എത്ര വരും? നമ്മുടെ ആൻസർ, ഇതിപ്പോ 45 കൂടുതൽ, ഇപ്പുറത്ത് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 93 മൈനസ് 45. നമുക്കൊരു 48 ആ രീതിയിലാണ് ഉത്തരം കിട്ടുന്നത്. അടുത്ത 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ ദശാംശ രൂപം എഴുതുക. ആൻസർ 0.875. 15 സെന്റിമീറ്റർ നീളമുള്ള വര AB-യുടെ 2/3 ഭാഗം ആകുന്ന വരയത്തിൽ C അടയാളപ്പെടുത്തി AC-യുടെ 1/2 ഭാഗം ആകുന്ന രീതിയിൽ D. അപ്പൊ AB-യുടെ എത്ര ഭാഗമാണ് AD? ആൻസർ 1/3. റൂട്ട് ഓഫ് 1.4641 എത്രയാണ്? 2 സ്ഥാനം മാറ്റിയാണ് കുത്തിടേണ്ടത്. ഇതിനകത്ത് എന്തോ ആണ് ഉത്തരം. ആൻസർ 1.21 ആണ്. അടുത്തത്, നമുക്കിനി വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, ഇപ്പൊ തീരും.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? നമ്മുടെ ഇതാണ് ഉത്തരം. 243 എത്ര ഘടകങ്ങളുണ്ട്? നമ്മളുടെ ആൻസർ ഇതാണ്. ഇനി പൂർണ്ണവർഗം ഏതാണ്? പൂർണ്ണവർഗം ഇതാണ്. 120 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ആൻസർ ഇതാണ്. 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക തന്നു. 5 വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര? ആൻസർ ഇതാണ്. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്ന് 22ാമത്, വിനു വലത്ത് നിന്ന് 25ാമതാണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഇതാണ്. ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവുകയാണ്. ഇതാണ്. അടുത്തത് ഇതാണ്. ഇനി ഓപ്ഷൻ എ ആണ്. 96ന്റെ ആൻസർ ബി ആണ്. 97ന്റെ ആൻസർ ഡി ആണ്. 98ന്റെ ആൻസർ എ ആണ്. 99 ബി ആണ്. 100 ഡി ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.